അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്നൊരു എക്സ്കർഷൻ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ജസ്റ്റ് ഒരു ടൂർ പോലെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയും കാഴ്ചകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളും പിന്നെ അവിടുത്തെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഹിറ്റ്ലർ തുടങ്ങിയ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പം ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. Hi. Hello. Say something. Say something. ഈ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന് ഒത്തിരി കഥകൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പേര് മരിച്ച ഒരു സ്ഥലമാണ്. മരിച്ച ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ശവപ്പറമ്പ് എന്ന് വേണേൽ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു സ്ഥലമാണ്. ഇവിടെ ഇതിനെപ്പറ്റിയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കേണ്ടവർക്ക് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാം. പിന്നെ കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളും ഉണ്ട്. പല സംഭവങ്ങളും പല ബ്ലോക്കുകളായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അതെല്ലാം പലതും ഇപ്പോൾ ഇവരിത് പൊളിച്ച് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവിടെ അതൊന്നും നമുക്ക് കാണാനില്ല. പക്ഷെ എല്ലാം ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഭയങ്കര മഞ്ഞാണ്. ബൂഹൻവാൾഡ് ജർമ്മനിയിലെ വൈമർ നഗരത്തിന് സമീപം 1937 സ്ഥാപിച്ച നാസി തടങ്കൽ ക്യാമ്പായിരുന്നു. എറ്റേഴ്സ്ബർഗ് മലയിൽ നിർമ്മിച്ച ഈ ക്യാമ്പിൽ രാഷ്ട്രീയ വിരോധികൾ, യഹൂദർ, മറ്റ് പീഡിത വിഭാഗങ്ങൾ എന്നിവരെ അമാനുഷികമായ സാഹചര്യങ്ങളിൽ തടവിലാക്കി. 1945 ഏപ്രിൽ അമേരിക്കൻ സൈന്യം ക്യാമ്പ് വിമോചിപ്പിക്കുന്നതുവരെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ മരണപ്പെട്ടു. ഈ കാണുന്നതൊക്കെ അന്ന് മരിച്ചവരുടെ കുറേ ശവകുടീരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കുറേ ബിൽഡിങ്ങും അന്നുണ്ടായിരുന്ന എല്ലാം തകർത്ത് കളയുകയോ അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ചരിത്രം പറയുന്നത്. ബാക്കി കൂടുതൽ കാര്യങ്ങളും എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ അതിനെപ്പറ്റി അധികം നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം എല്ലാവർക്കും ശുഭദിനം.